ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് റേമയിലൂടെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗത്തിൽ വരുന്ന യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ഈ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇന്നത്തെ മോർണിംഗ് റേമയിലേക്ക് സ്വാഗതം. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു. ആമേൻ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ആമേൻ ദൈവത്തിൻ്റെ ചില അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. അതിനുശേഷം യേശു ക്രിസ്തു ആമേൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വചനമാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ച് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എഴുതിയിരിക്കുന്ന ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞു. 14-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസി, നീ എന്തിനു സംശയിച്ചു എന്ന് ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ യേശു കർത്താവ് പരസ്യമായി 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലേറെ ആളുകളെ പോഷിപ്പിച്ച അത്ഭുതം അനേകം പേർ അവിടെ കണ്ടിരുന്നു. അതിൻ്റെ കൂട്ടത്ത് യേശുവിൻ്റെ അത്ഭുതങ്ങളെ കണ്ട സാക്ഷികളായിരുന്നു ആമേൻ സ്തോത്രം യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നത്. എന്നാൽ 22 മുതലുള്ള വചനങ്ങൾ നാം പഠിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ മനഃപൂർവ്വമായി അക്കരയ്ക്ക് പടക് കയറ്റി അയച്ചതിന് ശേഷം യേശു കർത്താവ് തനിയെ പ്രാർത്ഥിക്കാൻ പോകുകയും അതിനുശേഷമായിട്ട് കടലിൽ മീത് നടന്നുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് ആമേൻ യേശു കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് ആമേൻ സ്തോത്രം നമുക്ക് അവിടെ കാണുവാനായി സാധിക്കുന്നത്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. കടലിൽ മീത് നടന്നു വരുന്ന യേശുവിനെ കണ്ട് ഭയപ്പെട്ടുകൊണ്ട് ആമേൻ ശിഷ്യന്മാർ ഇപ്രകാരം പറഞ്ഞു, അതാ ഒരു ഭൂതം. ആമേൻ സ്തോത്രം. യേശു കർത്താവിനെ മനസ്സിലാക്കുവാനായിട്ട് ആമേൻ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് കഴിയാതെ പോയി. ആമേൻ സ്തോത്രം. അവർ നോക്കിയപ്പോൾ കണ്ടതൊരു ഭൂതത്തെ പോലെ ഒരു വ്യക്തിയാണ്. ആമേൻ സ്തോത്രം. ഒരു ഭൂതം എന്ന് പറഞ്ഞ് അവിടെ നിലവിളിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ആമേൻ സ്തോത്രം യേശു കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, ആമേൻ സ്തോത്രം, ധൈര്യം പെടുവി, ഇത് ഞാനാകുന്നു. ആമേൻ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, കഴിഞ്ഞ നാളുകൾ യേശു ക്രിസ്തുവിനെ സാക്ഷീകരിച്ചവരാണ് നമ്മൾ. ആമേൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞവരാണ് നമ്മൾ. ആമേൻ ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ചെയ്ത ചില അത്ഭുതങ്ങളെ ആമേൻ സ്തോത്രം അടയാളങ്ങളെ കണ്ടവരാണ് നമ്മൾ. എങ്കിലും ആമേൻ ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അത് യേശു കർത്താവിനെ നാം യാഥാർത്ഥ്യമായി മനസ്സിലാക്കുവാൻ കഴിയാതെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിൽ പിറുപിറുക്കുന്ന ആമേൻ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങൾ കടന്നു വന്നിരിക്കാം. ഇവിടെ ആമേൻ ഹല്ലേലൂയ ശിഷ്യന്മാർക്ക് യേശു കർത്താവിനെ മനസ്സിലാക്കുവാൻ കഴിയാതെ വന്നപ്പോൾ യേശു കർത്താവ് തന്നെ പറയുകയാണ്, ആമേൻ സ്തോത്രം, ധൈര്യപ്പെടുവിൻ, ഇത് ഞാനാകുന്നു. ആമേൻ, ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയത്തിൻ്റെ അകത്തും യേശു കർത്താവ് ആമേൻ ഹല്ലേലൂയ പറയുവാനായിട്ട് ഇടയായിത്തീരും. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ ഹല്ലേലൂയ. നിങ്ങളെ ഞാൻ തനിച്ചല്ല അയക്കുന്നത്, ഞാൻ നിങ്ങളെ തനിച്ചല്ല ഈ വിഷയത്തിൻ്റെ അകത്തേക്ക് കടത്തിവിടുന്നത്. ആമേൻ, ആ വിഷയത്തിൻ്റെ അകത്ത് ഞാനുണ്ട്, നിങ്ങൾ ധൈര്യപ്പെടുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം കടന്നു പോകുന്നതായിട്ടുള്ള ചില സാഹചര്യങ്ങൾക്ക് മധ്യത്തിൽ ആമേൻ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ, നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ ഹല്ലേലൂയ. നമ്മെ ധൈര്യപ്പെടുത്തുന്ന യേശു ക്രിസ്തുവിനെ ആമേൻ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് കാണുവാനായി സാധിക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അതിനുശേഷം 28-ാമത്തെ വാക്യത്തിൽ പത്രോസ് കർത്താവിനോട് ഇപ്രകാരം പറയാനായിട്ട് ഇടയായിത്തീരുന്നു. ആമേൻ സ്തോത്രം. കർത്താവ്, ഇത് നീ ആകുന്നുവെങ്കിൽ ആമേൻ വെള്ളത്തിൻ മീതെ നടന്ന് നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. ആമേൻ സ്തോത്രം. പത്രോസിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ആമേൻ തൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും എടുത്തുചാട്ടക്കാരനായ ഒരു വ്യക്തിയാണ് പത്രോസ് എന്ന് പറയുന്നത്. ഇവിടെയും പത്രോസ് തന്നെ ദൈവത്തോട് ചോദിക്കുന്നു, നീ ആകുന്നുവെങ്കിൽ. കർത്താവ് പറഞ്ഞു, ഞാനാണ്. ആമേൻ സ്തോത്രം. ഇത് ഭൂതമല്ല, ഇത് ഞാനാണെന്ന് കർത്താവ് പറഞ്ഞപ്പോഴും ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവർ ധൈര്യപ്പെടുത്തിയപ്പോഴും പത്രോസ് പിന്നെയും സംശയത്തോട് ചോദിക്കുകയാണ്, ഇത് നീ ആകുന്നുവെങ്കിൽ. ആമേൻ സ്തോത്രം. അവനവിടെ പൂർണ്ണമായൊരു വിശ്വാസം വന്നില്ല ഇത് ദൈവമാണെന്ന്. ആമേൻ സ്തോത്രം. പത്രോസ് ക്രിസ്തുവിനോട് പറഞ്ഞു, ആമേൻ, നീ ആകുന്നുവെങ്കിൽ വെള്ളത്തിന് മീത് നടന്ന് നിന്റെ അടുക്കൽ വരേണ്ടതിന് എന്നെ കൽപ്പിക്കണമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പത്രോസിന് അത് അറിയാം. ആമേൻ, ഇത് ക്രിസ്തുവാണെങ്കിൽ വെള്ളത്തിന് മീത് നടക്കുവാൻ ക്രിസ്തുവിന് കഴിയും. ആമേൻ ഹല്ലേലൂയ. മറ്റുള്ളവർ വെള്ളത്തിൽ കൂടെ നടത്തുവാൻ ക്രിസ്തുവിന് കഴിയുമെന്ന് പത്രോസിന് നല്ലൊരു ബോധമുണ്ട്. അതുകൊണ്ട് പത്രോസ് ദൈവത്തോട് ധൈര്യമായിട്ട് പറയുകയാണ്, ആമേൻ കർത്താവിനോട് പറയുകയാണ്, വെള്ളത്തിന് മീത് നടന്ന് നിന്റെ അടുത്ത് വരുവാൻ കൽപ്പിക്കണമെന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവവൈതലേ, ആമേൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ചില പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ പരീക്ഷണാർത്ഥം നമ്മൾ ദൈവത്തോട് പറയും, ആമേൻ സ്തോത്രം, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നിനക്ക് എൻ്റെ മേലൊരു വിളിയുണ്ട് എങ്കിൽ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നീ എനിക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ ഇപ്രകാരമൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ പരീക്ഷിച്ചുകൊണ്ട് നമ്മളും ചില സമയങ്ങളിൽ ആമേൻ ദൈവത്തോട് ചില കാര്യങ്ങളെ ആമേൻ ഹല്ലേലൂയ പറയുവാനായിട്ട് ഇടയായിത്തീരും. നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ആമേൻ സ്തോത്രം, ഈ വിഷയത്തിന് മധ്യത്തിൽ എനിക്ക് ഇപ്രകാരം ചെയ്യണം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നീ എന്നെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ,
സ്തോത്രം നീ ഈ വിഷയത്തിനകത്ത് എനിക്ക് ഇന്നത് ചെയ്യണമെന്നൊക്കെ നമ്മളും ദൈവത്തിൽ പറയുന്നവരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രിയരെ ഹല്ലേലൂയ നമ്മെ വിളിച്ചിറക്കിയ സ്തോത്രം ഹല്ലേലൂയ നമ്മെ നിലനിർത്തിയിരിക്കുന്ന ദൈവമാരെന്ന് ഹല്ലേലൂയ വാസ്തവമായിട്ട് യാഥാർത്ഥ്യമായിട്ട് ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരണം. തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ സ്തോത്രം യേശു കർത്താവ് പത്രോസിനോട് വരിക എന്ന് പറയുകയും സ്തോത്രം ഹല്ലേലൂയ പത്രോസ് ധൈര്യത്തോടെ ഇറങ്ങി വെള്ളത്തിലൂടെ നടന്നു പോകുമ്പോൾ അവന് നേരെ ആഞ്ഞടിച്ച ചില തിരമാലകളെ നോക്കി അവൻ ഭയപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും പ്രിയരെ ഹല്ലേലൂയ കഴിഞ്ഞ നാളുകൾ ദൈവം വിളിച്ചിറക്കിയ ഒരു വിളിക്ക് മധ്യത്തിലും ഹല്ലേലൂയ ചില പ്രതികൂലങ്ങൾ വന്നപ്പോൾ, ചില പ്രതിസന്ധികൾ വന്നപ്പോൾ, നമുക്ക് നേരെ ചില നാവുകൾ എഴുന്നേറ്റപ്പോൾ ഹല്ലേലൂയ ഭയപ്പെട്ടു പോകുന്ന ചില മേഖലകളുണ്ട്. സ്തോത്രം വീണുപോയ ചില മേഖലകളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രിയരെ സ്തോത്രം പത്രോസ് തൻ്റെ നേരെ ആഞ്ഞടിച്ച തിരമാലകളെ നോക്കി എന്നാൽ സ്തോത്രം അവനെ വിളിച്ചിറക്കിയ ദൈവമാരെന്ന് അവൻ മറന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും വലുതായിട്ട് കാണരുത്. നമ്മെ ആര് വിളിച്ചിറക്കി എന്നുള്ള ഒരു ബോധം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇന്ന് പകൽക്കാലം കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ സ്തോത്രം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറഞ്ഞു, യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസി നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. പ്രിയ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ഹല്ലേലൂയ ചില സന്ദർഭങ്ങൾക്കകത്ത് വിശ്വാസക്കുറവുകൾ ഉണ്ടാകും. നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ ദൈവം ചോദിക്കുന്നു, അല്പവിശ്വാസിയെ നീ എന്തിനു ഭയപ്പെടുന്നു? സ്തോത്രം നിന്നെ വിളിച്ചിറക്കിയത് ഞാനല്ലയോ? സ്തോത്രം ഹല്ലേലൂയ നിന്നെ നിർത്തിയിരിക്കുന്നത് ഞാനല്ലയോ? നീ എന്തിനു ഭയപ്പെടുന്നു? നിന്റെ വിശ്വാസം ഈ ദിവസങ്ങൾ വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൻ്റെ അകത്ത് ദൈവത്തെ സംശയിച്ച് ഈ വിഷയത്തിൻ്റെ അകത്ത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ച് ഹല്ലേലൂയ ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ച് ദൈവത്തിൽ വളരെയധികം ചോദ്യചിഹ്നങ്ങളുമായിരിക്കുന്നുവെങ്കിൽ പ്രിയരെ ധൈര്യപ്പെടുക. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീമര നല്ല സമയത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട സകല ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ കടന്നു പോകുന്ന വിഷയങ്ങൾക്ക് മറ്റേ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമാറാകണം. സംശയിക്കാതെ വിളിച്ചിറക്കിയ ദൈവത്തെ പ്രത്യാശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഹല്ലേലൂയ ഞങ്ങളുടെ മുഖം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കുമാറാകണം. അവിടെ വിഷയങ്ങൾക്ക് മധ്യ ദൈവത്തിൻ്റെ കാര്യം ചലിക്കുമാറാകണം. യേശു നാമത്തിൽ പിതാവേ, ആമേൻ.